അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 6ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു സാദിസു, പാഠം 6. ലഹും മഗ്ഫിറത്തും വ അജ്റുൻ അളീം. അല്ലദീന അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വ അജ്റൻ അളീമ ഹുമുൽ മുത്തസിഫൂന ബിസ്സിഫാത്തിൽ ജലീലത്തി വൽ അഖ്ലാഖിൽ മഹ്മൂദ വഖദ് ബയ്യനഹുമുല്ലാഹു ഫീ ഖൗലിഹി തആല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. إن المسلمين والمسلمات المتمسكون بأوامر الإسلام ذكورا وإناثا والمؤمنين والمؤمنات المصدقين بالله وآياته والقانتين والقانتات الطائعين المداومين على الطاعة والصادقين والصادقات الصادقين في إيمانهم ونياتهم وأقوالهم وأعمالهم والصابرين والصابرات الصابرين على الطاعة وعن المعاصي والشهوات والخاشعين والخاشعات الخاضعين الخائفين من الله عز وجل والمتصدقين والمتصدقات المتصدقين بأموالهم وبالإحسان وأداء الزكاة والصائمين والصائمات الذين يصومون لوجه الله في شهر رمضان وغيره والحافظين فروجهم والحافظات عن المحارم والآثام وعما لا يحل والذاكرين الله كثيرا والذاكرات المديمين ذكر الله بألسنتهم وقلوبهم في جميع الأوقات. بين الله تعالى في هذه الآية الكريمة 10 أمور هي الإسلام والإيمان والقنوت والصدق والصبر والخشوع والتصدق والصوم وحفظ الفروج والذكر الدائم. من اتصف بها نال السعادة في الدارين هم الذين أعد الله لهم مغفرة وأجرا عظيما. പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അർത്ഥം നോക്കാം. പാഠഭാഗത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്ക് കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അദ്ദർസു സാദിസു, പാഠം 6. ലഹും മഗ്ഫിറത്തും വ അജ്റുൻ അളീം. അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ട്. അല്ലദീന അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വ അജ്റൻ അളീമ. ഒരു കൂട്ടർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. ഹുമുൽ മുത്തസിഫൂന ബിസ്സിഫാത്തിൽ ജലീലത്തി വൽ അഖ്ലാഖിൽ മഹ്മൂദ. അവർ മഹത്തായ വിശേഷണങ്ങൾ കൊണ്ടും പ്രശംസനീയമായ സ്വഭാവങ്ങൾ കൊണ്ടും വിശേഷണം സിദ്ധിച്ചവരാണ്. വഖദ് ബയ്യനഹുമുല്ലാഹു ഫീ ഖൗലിഹി തആല. അല്ലാഹു തആല അവൻ്റെ വചനത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അവരാരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, വിവരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും
വൽഹാഫിളാത്തി വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. നിശ്ചയമായും അനുസരണയുള്ളവരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭക്തരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സത്യസന്ധരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സഹനശീലരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിനീതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദാനശീലരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചാരിത്ര്യം സൂക്ഷിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനെ അധികം സ്മരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. ഇത് ആരൊക്കെയാ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആരാണ് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ മുത്തമസ്സിക്കൂന ബി അവാമിരിൽ ഇസ്ലാമി ദുക്കൂറൻ വ ഇനാസൻ. അള്ളാഹു തആലയുടെ കൽപ്പനകൾ, അതായത് ഇസ്ലാമിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുതസദ്ദിഖീന ബില്ലാഹി വ ആയാത്തിഹി. അതായത് അള്ളാഹുവിനെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും വാസ്തവമാക്കിയവർ, സത്യമാണെന്ന് വിശ്വസിച്ചവർ. വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത് അത്വാഇഈനൽ മുദാവിമീന അല ത്വാഅത്ത്. അതായത് അള്ളാഹുവിനെ വഴങ്ങുന്നതിൻ്റെ മേൽ നിത്യമായവർ, അവർ ദിനവും അള്ളാഹുവിനെ വണങ്ങുന്നു, അള്ളാഹു തആലയ്ക്ക് വഴങ്ങുന്നു. വസ്സാദിഖീന വസ്സാദിഖാത്ത് അസ്സാദിഖീന ഫി ഈമാനിഹിം വ നിയ്യാത്തിഹിം വ അഖ്വാലിഹിം വ അഅ്മാലിഹിം. അതായത് അവരുടെ വിശ്വാസത്തിലും നിയ്യത്തുകളിലും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ സത്യസന്ധത പുലർത്തിയവരാണവർ. വസ്വാബിരീന വസ്വാബിറാത്ത് അസ്വാബിരീന അല ത്വാഅത്തി വ അനിൽ മആസി വശഹവാത്ത്. വഴിപ്പെടുന്നതിൻ്റെ മേലും പാപങ്ങളെ തൊട്ടും ഇച്ഛകളെ തൊട്ടും, ഇച്ഛ മീൻസ് ആഗ്രഹങ്ങളെ തൊട്ടും ക്ഷമിക്കുന്നവർ. വൽ ഖാശിഈന വൽ ഖാശിആത്ത് അൽ ഖാളിഈന അൽ ഖായിഫീന മിനല്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആലയെ ഭയപ്പെടുന്നവരായ വിനയാന്വിതർ, അല്ലാഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, വിനയത്തോടുകൂടി ജീവിക്കുന്ന അടിമകൾ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് അൽ മുതസദ്ദിഖീന ബി അംവാലിഹിം വ ബിൽ ഇഹ്സാനി വ ആദാഇ സക്കാത്ത്. സമ്പത്തുകൾ കൊണ്ടും നന്മ കൊണ്ടും സക്കാത്ത് നിർവഹണം കൊണ്ടും ദാനം ചെയ്യുന്നവർ. വസ്വാഇമീന വസ്വാഇമാത്ത് അല്ലദീന യസൂമൂന ലിവജ്ഹില്ലാഹി ഫി ഷഹരി റമളാനി വ ഗൈരിഹി. റമളാൻ മാസത്തിലും മറ്റും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്നവർ. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് അനിൽ മഹാരിമിൽ ആസാമി വ അമ്മാ ലാ യഹില്ലു. ഹറാമുകളെ തൊട്ടും കുറ്റങ്ങളെ തൊട്ടും അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ തൊട്ടും സൂക്ഷിക്കുന്നവർ. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് അൽ മുദീമീന ദിക്റല്ലാഹി ബി അൽസിനതിഹിം വ ഖുലൂബിഹിം ഫീ ജമീഇൽ ഔഖാത്ത്. മുഴുവൻ സമയങ്ങളിലും അല്ലാഹു തആലയെ ഓർമ്മിക്കുന്നവർ, അല്ലാഹു തആലയെ സ്മരിക്കുന്നവർ. അവർ നാവുകൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും എല്ലാം സദാസമയവും അല്ലാഹു തആലയെ ഓർത്തുകൊണ്ടേയിരിക്കും. ബയ്യന അല്ലാഹു തആല ഫി ഹാദിഹിൽ ആയത്തുൽ കരീമത്തി അശ്റത്ത് ഉമൂർ. അല്ലാഹു തആല ഈ പരിശുദ്ധ ആയത്തിലൂടെ 10 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഹിയ അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഖുനൂതു വസ്സിദ്ഖു വസ്സബ്റു വൽ ഖുശൂഉ വത്തസദ്ദഖു വസ്സൗമു വഹിഫ്ദുൽ ഫുറൂജി വദ്ദിക്റുൽ ദാഇമി. അതെന്തൊക്കെയാണ്? ഇസ്ലാം, ഈമാൻ, ഭക്തി, സത്യസന്ധത, സഹനം, വിനയം, ദാനശീലം, നോമ്പ്, ചാരിത്ര്യം സൂക്ഷിക്കൽ, നിത്യമായ ഇലാഹി സ്മരണ, ദിവസവും അള്ളാഹുവിനെ സ്മരിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്.
മനിത്തസഫ ബിഹ നാല സആദത ഫിദ്ദാറൈനി. ഈ വിശേഷണങ്ങൾ കൊണ്ട്, അതായത് ഇവിടെ പറയപ്പെട്ട ഈ വിശേഷണങ്ങളെല്ലാം കൊണ്ട് ആരാണോ വിശേഷണം സിദ്ധിക്കുന്നത് അവന് ഇരു വീട്ടിലും വിജയം കരസ്ഥമാക്കാം. ഹുമുല്ലദീന അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ. അവർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. പാഠഭാഗവും അർത്ഥവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ. ബയ്യിൻ അൽ മാഅന അലാ വഖഫി തഫ്സീർ. താഴെ തന്നിട്ടുള്ള ആയത്തിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത്. അൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത് അത്വാഇഈനൽ മുദാവിമീന അല ത്വാഅത്ത്. അല്ലാഹു തആലയെ അനുസരിക്കുന്നതിൻ്റെ മേൽ നിത്യമായവർ, അല്ലാഹു തആലയെ വഴങ്ങുന്നതിൻ്റെ മേൽ നിത്യമായവർ, അതായത് പതിവായി അല്ലാഹു തആലയെ വണങ്ങുന്നവർ. അസ്വാബിരീന വസ്വാബിറാത്ത്. അസ്വാബിരീന വസ്വാബിറാത്ത്. അസ്വാബിരീന അല ത്വാഅത്തി വ അനിൽ മആസി വശഹവാത്ത്. വഴിപ്പെടുന്നതിൻ്റെ മേലും പാപങ്ങളെ തൊട്ടും ആഗ്രഹങ്ങളെ തൊട്ടും ഒക്കെ ക്ഷമിക്കുന്നവർ. അൽ ഖാശിഈന വൽ ഖാശിആത്ത്. വൽ ഖാശിഈന വൽ ഖാശിആത്ത്. അൽ ഖാളിഈന അൽ ഹാഫിളീന. അൽ ഖാളിഈന അൽ ഖായിഫീന മിനല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിനെ ഭയന്നവരായ വിനയാന്വിതർ, അതായത് അല്ലാഹു തആലയെ ഭയപ്പെടുകയും വിനയത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നവർ. അടുത്ത് വദ്ദാക്കിരീന വദ്ദാക്കിറാത്ത്. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. അൽ മുദീമീന ദിക്റല്ലാഹു ബി അൽസിനതിഹിം വ ഖുലൂബിഹിം ഫീ ജമീഇൽ ഔഖാത്ത്. മുഴുവൻ സമയങ്ങളിലും നാവുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലാഹു തആലയെ സദാസമയവും സ്മരിക്കുന്നവർ, ഓർക്കുന്നവരാണ് ഈ വിഭാഗം. ഉക്തുബ് അൽ ഉമൂറൽ അഷറത്തൽ മഫ്ഹൂമത്ത മിനൽ ആയത്ത്. അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്ന പാപമോചനവും മഹത്തായ പ്രതിഫലവും ലഭിക്കാൻ പര്യാപ്തമായ 10 ഗുണങ്ങൾ അല്ലേ? അല്ലാഹു തആല പറഞ്ഞു തന്ന ആ 10 ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബയ്യൻ അല്ലാഹു തആല ഫി ഹാദിഹിൽ ആയത്തുൽ കരീമത്തി അഷ്റത്തു ഉമൂർ. അല്ലാഹു തആല 10 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ആയത്തിലൂടെ വിവരിച്ചു തരുന്നു. ഹിയ അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഖുനൂത്ത് വസ്സിദ്ഖ് വസ്സബ്റു വൽ ഖുശൂഉ വത്തസദ്ദുഖു വസ്സൗമു വഹിഫ്ദുൽ ഫുറൂജി വസിക്റുദ് ദാഇമി. എന്തൊക്കെയാണ്? ഇസ്ലാം, ഈമാൻ, ഭക്തി, സത്യസന്ധത, സഹനം, വിനയം, ദാനശീലം, നോമ്പ്, ചാരിത്രം സൂക്ഷിക്കൽ, നിത്യമായ ഇലാഹി സ്മരണ. ഇത്രയും കാര്യങ്ങളാണ് അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ചുരുക്കി ഈ പാഠത്തിനെക്കുറിച്ച് പറഞ്ഞു തരാം. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല 10 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മുറുകെ പിടിക്കേണ്ടതായ 10 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്ത് നൽകുന്നുണ്ട്? മഹത്തായ പ്രതിഫലവും നൽകുന്നുണ്ട്. അവരിൽ നിന്ന് വന്നു പോകുന്നതായ തെറ്റുകൾക്ക് പാപമോചനവും നൽകുന്നുണ്ട്. ആ ആളുകൾ, ആ വിഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആരൊക്കെയാണ് ആ വിഭാഗങ്ങൾ? ഒന്നാമത്തെ വിഭാഗം ഇസ്ലാമിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്. അടുത്തത് അല്ലാഹുവിനെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും വാസ്തവമാക്കിയവരാണ്. അടുത്തത് അല്ലാഹു തആലയെ വഴങ്ങുന്നതിൻ്റെ മേൽ നിത്യമായവരാണ്. ഇനിയൊരു വിഭാഗം എന്താണ്? അവരുടെ വിശ്വാസത്തിലും നിയ്യത്തുകളിലുമെല്ലാം, വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം അവർ സത്യസന്ധത പുലർത്തുന്നവരാണ്. അടുത്തതോ വഴിപ്പെടുന്നതിൻ്റെ മേലും പാപങ്ങളെ തൊട്ടും ഇച്ഛകളെ, ആഗ്രഹങ്ങളെ തൊട്ടും ക്ഷമിക്കുന്നവരാണ് അവർ. അടുത്ത ആരാണ്? അല്ലാഹു തആലയെ
ഭയപ്പെടുന്നവർ, അല്ലാഹു തആലയെ ഭയപ്പെടുകയും വിനയത്തോടു കൂടി ജീവിക്കുന്നവരുമാണ് അടുത്ത വിഭാഗം അല്ലേ. അടുത്തതിനി ആരാണ്? സമ്പത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും സക്കാത്ത് നിർവഹണവും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് വേറൊരു വിഭാഗം. അടുത്ത വേറൊരു വിഭാഗം ആരാണ്? റമളാൻ മാസത്തിലും മറ്റും നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് അല്ലേ. അല്ലാഹു തആലയ്ക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് അവർ. അടുത്തൊരു വിഭാഗം ഹറാമുകളെ തൊട്ടും കുറ്റങ്ങളെ തൊട്ടും അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ തൊട്ടും ഒക്കെ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അടുത്തതോ മുഴുവൻ സമയങ്ങളിലും നാവുകൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും അല്ലാഹു തആലയെ ഓർമ്മിക്കുന്നവരാണ് അവർ. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? ആദ്യമേ ഒരു 10 കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഈ ആയത്തിൽ വിശദീകരിക്കുന്ന 10 കാര്യങ്ങൾ. അതെന്താണ്? ഇസ്ലാം, ഈമാൻ, ഭക്തി, സത്യസന്ധത, സഹനം, വിനയം, ദാനശീലം, നോമ്പ്, ചാരിത്രം സൂക്ഷിക്കൽ, നിത്യമായ ഇലാഹി സ്മരണ. ഈ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും? ആരാണോ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർക്ക് അല്ലാഹു തആല ഇരുവീട്ടിലും വിജയം നൽകും. അവർക്ക് അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ പാഠഭാഗത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.